നമസ്കാരം. പാകിസ്ഥാൻ വിഭജിക്കണമോ എന്നറിയാനായി മുംബൈയിലോ ചെന്നൈയിലോ കൊൽക്കത്തയിലോ ഒരു റഫറൻഡം അഥവാ ഹിതപരിശോധന നടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അമേരിക്കയിൽ നിന്ന് വിട്ടുപോയി ഒരു വിഭാഗത്തിന് സ്വന്തം രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് ലണ്ടനിലോ പാരീസിലോ ഹിതപരിശോധന നടത്താൻ സാധിക്കുമോ? പക്ഷേ ഇന്ത്യ വിഭജിച്ച് ഖലിസ്ഥാൻ എന്ന സ്വന്തം രാജ്യം സിഖുകാർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റഫറൻഡം നടന്നു കഴിഞ്ഞു. അതിന്റെ ഏറ്റവും ഒടുവിലത്തേതാണ് കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിലെ ഔക്ക്ലൻഡിൽ നടന്നത്. ഇന്നത്തെ ന്യൂസിന്റെ പരിശോധിക്കുന്നതും ഈ വിഷയത്തെക്കുറിച്ചാണ്. ഓക്ലൻഡിലെ അയോട്ടിയ സ്ക്വയറിലാണ് ഒരു സ്വതന്ത്ര സിഖ് മാതൃരാജ്യമായ ഖലിസ്ഥാൻ സൃഷ്ടിക്കുന്നതിനായി വാദിച്ചുകൊണ്ട് സിഖ്സ് ഫോർ ജസ്റ്റിസ് അഥവാ SFJ എന്ന സംഘടനയുടെ ബാനറിൽ റഫറൻഡം നടന്നത്. ഇത് അനുവദിക്കാനുള്ള ന്യൂസിലൻഡ് അധികൃതരുടെ തീരുമാനം രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് വളരെയധികം എതിർപ്പിന് കാരണമായിട്ടുണ്ട്. എന്നാൽ വിശാലമായ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ റഫറൻഡത്തിന് അനുമതി നിഷേധിക്കാതിരിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു ഉദ്ദേശവുമില്ലെന്ന് ന്യൂസിലൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് SFJ. ഇവർ നേരത്തെ കാനഡയിലും UK യിലും ഓസ്ട്രേലിയയിലുമൊക്കെ ഖലിസ്ഥാൻ റഫറൻഡം സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ പണം ഒഴുക്കാൻ ഇവർക്ക് കഴിയുന്നു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വരെ ജീവനെടുത്ത ഖലിസ്ഥാൻ ഭീകരവാദത്തെ ഏറെ പണിപ്പെട്ടാണ് ഇന്ത്യ അടിച്ചമർത്തിയത്. ഇപ്പോൾ കാനഡ കേന്ദ്രീകരിച്ച് നവഖലിസ്ഥാൻ വാദം ഉയരുകയാണ്. പക്ഷേ അത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന പല ഭീകരവാദികളും ഒന്നിനു പിറകെ ഒന്നായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് കൊല്ലപ്പെട്ടതിനും ഇപ്പോൾ ലോകം സാക്ഷിയായി. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് ഇതിന് പിന്നിലെന്നാണ് കാനഡ ആരോപിക്കുന്നത്. ഇതിന്റെ പേരിൽ ഇന്ത്യ കാനഡ ബന്ധം പോലും വഷളായി. എന്നിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഖലിസ്ഥാൻ വികാരം പടർത്താൻ സൈബർ ഭിന്ദ്രൻവാലകൾക്ക് കഴിഞ്ഞു. കാനഡയിൽ തട്ടൊരുങ്ങുന്ന നവ ഖലിസ്ഥാനിസത്തെ എന്ത് വില കൊടുത്തും ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ രാജ്യം. 80കളുടെ തുടക്കത്തിലൊക്കെ പത്രങ്ങളുടെ തലക്കെട്ട് മിക്കവാറും പഞ്ചാബിലെ ഭീകരവാദത്തിന്റെ ഫലമായി ഉണ്ടായ കൊലകളായിരുന്നു. ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ പാക് പിന്തുണയോടെയുള്ള ഖലിസ്ഥാൻ തീവ്രവാദവും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഇന്ദിരാഗാന്ധിയുടെ വധവും തുടർന്നുണ്ടായ സിഖ് വിരുദ്ധ കലാപവും ഒക്കെ രാജ്യം ഏറെ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം 90കളിൽ KPS ഗിൽ DGP ആയതോടെ സൈനിക സഹായത്തോടെ രാജ്യം പഞ്ചാബിൽ നിന്ന് ഭീകരവാദത്തെ തുടച്ചു നീക്കി. പിന്നീട് അങ്ങോട്ട് പഞ്ചാബ് സാമ്പത്തികമായി വളർന്നു. പിന്നീടുള്ള 3 ദശകങ്ങൾ പഞ്ചാബിന്റെ സമാധാനത്തിന്റെ കാലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി കാനഡ കേന്ദ്രീകരിച്ച് നവഖലിസ്ഥാൻ വാദം വളരുകയാണ്. അതിന്റെ തുടർച്ചയാണ് ഈ ഹിതപരിശോധനയൊക്കെ. ലോകത്തിലെ 5ാമത്തെ വലിയ മതമാണ് സിഖ് മതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലടക്കം വലിയ പങ്ക് വഹിച്ചവരാണ് സിഖ് ജനത. പക്ഷേ അതുപോലെ തന്നെ മതപരമായ ദൃഢതയും അവർക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുടിയേറുന്ന ജനത മലയാളികളാണെന്ന് പൊതുവെ പറയുക. പക്ഷേ മലയാളികളുടെയൊക്കെ മുകളിലാണ് സത്യത്തിൽ സിഖുകാർ. കാനഡയിലും UK യിലും ഓസ്ട്രേലിയയിലും തൊട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുണ്ട്. ഇന്ന് 8 ലക്ഷത്തോളം സിഖുകാർ കാനഡയിൽ ഉണ്ടെന്നാണ് കണക്ക്. 4 കോടി ജനസംഖ്യയുള്ള കാനഡയിൽ 18 ലക്ഷത്തോളം പേർ ഇന്ത്യക്കാരാണ്. അതിൽ 8 ലക്ഷം എന്നത് ഒരു ചെറിയ സംഖ്യയല്ല. 70കളിൽ ട്രക്ക് ഡ്രൈവർമാരായി എത്തിയവരുടെ കുടുംബങ്ങളൊക്കെ വലിയ രീതിയിൽ സാമ്പത്തികമായി പുരോഗമിച്ചു കഴിഞ്ഞു. പുതുതലമുറ സത്യത്തിൽ കനേഡിയൻസായി രൂപാന്തരം പ്രാപിക്കുകയാണ് വേണ്ടത്. പക്ഷേ അവിടെയാണ് മതത്തിന്റെ കളി. എത്ര പാശ്ചാത്യനായി വളരുന്ന കുട്ടിയിലും മതത്തിന്റെ സ്വത്വബോധം കുത്തിവെക്കാൻ പാരമ്പര്യ അധ്യാപനങ്ങൾ കൊണ്ട് കഴിയുന്നു. പിന്നീട് ഇന്ത്യയിൽ നിന്ന് ഖലിസ്ഥാൻ ഭീകരത ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ട അതേ സാഹചര്യത്തിൽ കാനഡയും ശാന്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി പഞ്ചാബിൽ നിന്ന് വരുന്ന വാർത്തകൾ ആശങ്കാജനകമാണ്. ന്യൂജൻ ഖലിസ്ഥാൻവാദികളായ ഒരുപാട് ചെറുപ്പക്കാർ അവിടെ നിന്ന് വരുന്നു. അക്രമത്തിന്റെയും ഡ്രഗ്സിന്റെയും താവളമായി പഞ്ചാബ് മാറുന്നു. ഇതിലൊക്കെ ചെറുതല്ലാത്ത ഒരു പങ്ക് കാനഡയിൽ നിന്നുണ്ടെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ തെളിവ് കിട്ടിയതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഖലിസ്ഥാൻ തീവ്രവാദത്തിന്റെ സാമ്പത്തിക നാഡി കാനഡയിലാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാരിനെ പോലെ ഇപ്പോൾ സിഖ് ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ്. കാനഡയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയെ പോലും നവഖലിസ്ഥാനികൾ പർച്ചേസ് ചെയ്തു കഴിഞ്ഞു. NDP എന്ന ന്യൂ ഡെവലപ്മെന്റ് പാർട്ടിയുടെ തലപ്പത്ത് സിഖ് പ്രതിനിധികൾ എത്തിയതോടെ സഖ്യകക്ഷിയായ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്കും അവർക്കെതിരെ മൃദു സമീപനം സ്വീകരിക്കേണ്ടി വന്നു. പണ്ട് തൊട്ടേ ഖലിസ്ഥാൻ തീവ്രവാദത്തിന് വലിയ വേരുള്ള മണ്ണാണ് കാനഡ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പകരം വീട്ടാനായി സിഖ് തീവ്രവാദികൾ നടത്തിയ കനിഷ്ക വിമാന ആക്രമണത്തിൽ പോലും കാനഡ മതിയായ അന്വേഷണം നടത്തിയിട്ടില്ല. ഒന്നും രണ്ടുമല്ല, 329 പേരാണ് കനിഷ്ക വിമാനാപകടത്തിൽ മരിച്ചത്. 1985 ജൂൺ 23-നായിരുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് 182 എന്ന ബോയിങ് 747 വിമാനം അയർലൻഡിന് തെക്കായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണത്. ലോകത്തെ ഞെട്ടിച്ച ഈ അപകടത്തിൽ വിമാനത്തിലെ 307 യാത്രക്കാരും 22 ജീവനക്കാരും ചാരമായി. അത് സാങ്കേതിക പിഴവായിരുന്നില്ല, ബോംബ് ആക്രമണമായിരുന്നെന്ന കണ്ടെത്തൽ ലോകത്തെ നടുക്കി. മുൻഭാഗത്ത് ചരക്ക് സൂക്ഷിക്കുന്ന അറയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിലാണ് വിമാനം തകർന്നതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 3-4 പേർ അറസ്റ്റിലായി എന്നതല്ലാതെ ഇത്രയും പേരെ കൊന്ന സംഭവത്തിലെ സൂത്രധാരന്മാരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ പോലും ഗുരുതരമായ അനാസ്ഥയുണ്ടായി.
2001 സെപ്റ്റംബറിൽ വേൾഡ് ട്രേഡ് സെന്ററിനെതിരെ നടന്നതൊഴിച്ചാൽ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണമായിട്ടാണ് ഇതിനെ ലോകം വിലയിരുത്തുന്നത്. കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടമരണവും അതാണ് ആസൂത്രകരെ പിടികൂടാൻ കഴിയാതെ അവസാനിച്ചത്. ഈ ഒരു ഒറ്റ സംഭവത്തിൽ നിന്ന് തന്നെ കാനഡയിൽ ഖലിസ്ഥാൻ തീവ്രവാദികൾക്കുള്ള പിടി വ്യക്തമാണ്. പക്ഷേ പഞ്ചാബിൽ തീവ്രവാദം അടിച്ചമർത്തപ്പെട്ടതോടെ കാനഡയിലും പ്രശ്നങ്ങൾ തീർന്നിരുന്നു. പക്ഷേ രണ്ടാം ഖലിസ്ഥാൻ വാദത്തിന് തുടക്കമിട്ടത് കാനേഡിയൻ അമേരിക്കൻ അഭിഭാഷകനായ ഗുർപന്തോൻ സിംഗ് പന്നൂനാണ്. മലയാളികളുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കടുത്ത വർഗീയവാദി ഇന്ത്യാവിരുദ്ധനുമായ പന്നൂനാണ് സിഖ് തീവ്രവാദത്തിന്റെ സൂത്രധാരൻ. ഖലിസ്ഥാനെ ഒരു പ്രത്യേക സിഖ് രാഷ്ട്രമായി സൃഷ്ടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സിഖ് ഫോർ ജസ്റ്റിസിന്റെ നിയമോപദേശകനും വക്താവുമാണ് ഇയാൾ. പഞ്ചാബിലെ അമൃത്സറിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഖാൻകോട്ട് ഗ്രാമത്തിലാണ് പന്നൂൻ ജനിച്ചതും വളർന്നതും. 1992 അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് മാറി. അമേരിക്കയിലും കാനഡയിലും പൗരത്വമുണ്ട്. മുഹമ്മദ് സൽമാൻ യൂനസ് എന്ന പാകിസ്ഥാൻ പൗരന്റെ സഹായത്തോടെ US-ലാണ് അദ്ദേഹം സിഖ് ഫോർ ജസ്റ്റിസ് സംഘടന തുടങ്ങിയത്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ നിയമ ചട്ടക്കൂടിന് കീഴിലാണ് ഇയാൾ തന്റെ സഹോദരൻ അവതാർ സിംഗ് പന്നൂനും യൂനുസിനുമൊപ്പം സംഘടന സ്ഥാപിച്ചത്. പക്ഷേ ഇവർക്ക് പാക് ചാര സംഘടനയായ ISIയുടെ നിർലോഭമായ പിന്തുണയുണ്ടായിരുന്നു. പന്നൂനും യൂനുസും കശ്മീർ ഖാലിസ്ഥാൻ റഫറൻഡം ഫ്രണ്ട് എന്ന സംഘടനയും തുടങ്ങി. കശ്മീർ ഖാലിസ്ഥാൻ വിഘടനവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണച്ച് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇതിന്റെ പ്രവർത്തനം. നിരവധി ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടും US-ഉം കാനഡയും പോലുള്ള രാജ്യങ്ങൾ ഇയാൾക്കെതിരെ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യക്കെതിരെ നിരന്തരം ഹെയ്റ്റ് സ്പീച്ച് നടത്തുകയും കടുത്ത ഹിന്ദുവിരുദ്ധ പ്രചരണം നടത്തുകയുമാണ് പന്നൂൻ ഇപ്പോൾ ചെയ്യുന്നത്. അമേരിക്ക, കാനഡ, UK എന്നിവയുൾപ്പെടെ ലോകമെമ്പാടും പരിപാടികളും റാലികളും സംഘടിപ്പിച്ച് ഖലിസ്ഥാൻ എന്ന പ്രത്യേക സിഖ് രാഷ്ട്രത്തിനായി പന്നൂൻ പ്രചാരണം നടത്തി. സിഖുകാർക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ അന്താരാഷ്ട്ര കോടതികളിൽ കേസുകൾ ഫയൽ ചെയ്യുന്നതിലും ഇയാൾ പങ്കാളിയാണ്. നൂറുകണക്കിന് വീഡിയോകൾ ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് പന്നൂൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ പേരുകളും ചിത്രങ്ങളും സഹിതം ഇന്ത്യ കൊല്ലുക എന്നെഴുതിയ പോസ്റ്ററുകളും ഉത്തരവാദിത്വവും പന്നൂൻ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവ പ്രതീകാത്മകമാണെന്നും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ അക്രമത്തിന് പ്രേരണ നൽകുന്നതല്ലെന്നുമാണ് ഇയാളുടെ വാദം. 2023 സെപ്റ്റംബറിൽ പന്നൂൻ ഇൻഡോ കാനോഡിയൻ ഹിന്ദുക്കൾക്ക് കാനഡ വിടാൻ മുന്നറിയിപ്പ് നൽകുന്ന ഒരു വീഡിയോ പുറത്തിറക്കി. അവർക്ക് കാനഡയോട് കൂറില്ല എന്നായിരുന്നു ഇയാൾ വീഡിയോയിൽ ആരോപിച്ചിരുന്നത്. വീഡിയോ കാനഡിയൻ രാഷ്ട്രീയക്കാരിൽ നിന്ന് പോലും വ്യാപകമായി അപലപിക്കപ്പെട്ടു. പക്ഷേ എന്നിട്ടും ഈ ഭീകരനെതിരെ നടപടിയുണ്ടായില്ല. പന്നൂന്റെ നേതൃത്വത്തിൽ 2024 ജൂലൈ 28 കാനഡയിലെ കാൽഗറിയിൽ നടന്ന റഫറൻഡവും ഏറെ ചർച്ചയായിരുന്നു. ഈ റഫറൻഡത്തിന് പിന്തുണയുമായി കൊല്ലപ്പെട്ട നിജ്ജറിന്റെ കുടുംബവും രംഗത്തെത്തിയത് വാർത്തയായി. മുനിസിപ്പൽ പ്ലാസ വോട്ടിംഗ് കേന്ദ്രത്തിൽ നടന്ന റഫറൻഡത്തിൽ 55,000-ലധികം കനേഡിയൻ സിഖുകാർ വോട്ട് ചെയ്തു. സായുധ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തിയ ഖലിസ്ഥാനികളുടെ കുടുംബങ്ങളും വോട്ട് ചെയ്യാനെത്തി. 1995 ഓഗസ്റ്റിൽ അന്നത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാദ് സിംഗിനെ കൊലപ്പെടുത്തിയ മനുഷ്യ ബോംബ് ഷഹീദ് ദിലാവർ സിംഗ് ബബർ ജെയിന്റെ കുടുംബമാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. തുടർന്ന് ഗുർപന്തോൻ സിംഗ് പന്നൂൻ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു. ഖലിസ്ഥാൻ റഫറൻഡം പ്രചാരണം ഇന്ത്യയുടെ അടിത്തറ ഇളക്കി മറിച്ചു. ഖലിസ്ഥാൻ റഫറൻഡത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് സിഖുകാർ കാൽഗറിയിലെ ഐക്കണിക് മുനിസിപ്പലിൽ പുലർച്ചെ 4 മുതൽ 6 വരെ ക്യൂവിൽ നിന്നു. സിറ്റി ഹാളിന് പുറത്ത് തടിച്ചുകൂടിയ സിഖുകാർ ഖലിസ്ഥാന്റെ പതാകകളേന്തി രക്തസാക്ഷിത്വം വരിച്ച സിഖുകാരുടെ വലിയ പോസ്റ്ററുകൾ കൊണ്ട് പുറത്ത് റോഡ് അലങ്കരിച്ച ബാനറുകളിൽ സിഖ് ഭീകരരുടെ ചിത്രങ്ങൾ പതിക്കുകയും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. പകൽ മുഴുവൻ കാൽഗറിയിലെ ടൗൺ ഹാൾ ഖലിസ്ഥാൻ സിന്ദാബാദ്, പഞ്ചാബ് ബനായ ഖാലിസ്ഥാൻ, ഡൽഹി ബനായ ഖാലിസ്ഥാൻ, രാജസ്ഥാൻ ബനായ ഖാലിസ്ഥാൻ, മോദി സിഖുകാർക്കെതിരായ ഭീകരവാദം അവസാനിപ്പിക്കൂ എന്നീ മുദ്രാവാക്യങ്ങളാൽ നിറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്ന പഞ്ചാബ് ഒരു സ്വതന്ത്ര രാജ്യമാകണമോ എന്ന ചോദ്യത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. അതെ, ഇല്ല എന്നീ 2 ഓപ്ഷനുകളാണ് നൽകിയത്. അതെ എന്നതിനാണ് വലിയ ഭൂരിപക്ഷം കിട്ടുക എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നേരത്തെ 2021 ഒക്ടോബർ 21 ലണ്ടനിലും അവർ ഇതുപോലെ റഫറൻഡം നടത്തിയിരുന്നു. പന്നൂൻ അടക്കമുള്ള ഭീകരവാദികളുടെ പ്രവർത്തനം മൂലം കാനഡയിലെ നിരപരാധികളായ ഹിന്ദു സമൂഹമാണ് ഭീതിയിലായിരിക്കുന്നത്. സമാധാനമായി ജീവിക്കുന്ന കാനഡയുടെ മണ്ണിൽ പോലും വർഗീയതയും വംശീയതയും കൊണ്ടുവരാൻ ഇവർക്കായി. അതിന്റെ ഫലമായി കാനഡയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പതിവായിരിക്കുകയാണ്. ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി നാരായൺ ക്ഷേത്രത്തിന് നേരെ ഖലിസ്ഥാൻ പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത് വലിയ ചർച്ചയായിരുന്നു. ഭക്തർക്ക് നേരെയും ആക്രമണം ഉണ്ടായി. കൈയും വടിയും ഉപയോഗിച്ച് ആളുകൾ ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇന്ത്യാവിരുദ്ധ നിലപാടുകളുടെ ഉത്തമ ഉദാഹരണമാണ് സംഭവമെന്ന് ഒട്ടാവയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതികരിച്ചു. അക്രമികളെ ശിക്ഷിക്കണമെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കാനഡയിലെ ഹിന്ദു സമൂഹവും സംഭവത്തിൽ പ്രതിഷേധിച്ചിരുന്നു. ആക്രമണം നടന്ന ക്ഷേത്രത്തിന് മുൻപിൽ ഇന്ത്യൻ വംശജർ ഒത്തുകൂടി. ആയിരക്കണക്കിന് പേർ ഇന്ത്യൻ പതാകയുമായിട്ടാണ് തടിച്ചുകൂടിയത്. നേരത്തെ ബ്രാൻബണിൽ ഹിന്ദു മഹാസഭയുടെ ക്ഷേത്രം ഖലിസ്ഥാൻ ഭീകരർ ആക്രമിച്ചിരുന്നു. അപ്പോഴും അതിശക്തമായ ഭാഷയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ വിഷയത്തെ അപലപിച്ചത്. പ്രശ്നം വലിയ ചർച്ചയായതോടെ കനേഡിയൻ സർക്കാരും ഉണർന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സിഖ് ഫോർ ജസ്റ്റിസിന്റെ സജീവ പ്രവർത്തകനായ ഇന്ദർജിത് ഗോസാലി അടക്കമുള്ളവർ കനേഡിയൻ പോലീസിന്റെ പിടിയിലായി.
കാനഡയിലെ SFGയുടെ കോർഡിനേറ്ററും കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ സഹായിയുമായിരുന്നു ഇന്ദ്രജിത്ത്. കാനഡയെ മാത്രമല്ല ഓസ്ട്രേലിയയും ഖലിസ്ഥാൻ ഭീകരർ ഇന്ത്യക്കെതിരെ താവളമാക്കുന്നുണ്ട്. നേരത്തെ സിഡ്നിയിലെ സ്വാമിനാരായൺ ക്ഷേത്രം താറുമാറാക്കുകയും ക്ഷേത്രത്തിലെ ചുവരുകളിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പലതും എഴുതുകയും ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിലെ 5 ക്ഷേത്രങ്ങൾ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടു. ഇന്ത്യയുടെ ഹൈക്കമ്മീഷൻ മന്ദിരങ്ങൾ ആക്രമിക്കുകയും ഖലിസ്ഥാൻ പതാക ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. കാനഡയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ മുന്നിൽ വെച്ച് ഇന്ത്യൻ പത്രപ്രവർത്തകരെ ആക്രമിച്ചു. ലണ്ടനിൽ ഇന്ത്യയുടെ ദേശീയ പതാക വലിച്ചു താഴ്ത്തി ഖലിസ്ഥാൻ പതാക ഉയർത്താൻ ശ്രമിച്ചു. പലയിടത്തും ഇന്ത്യൻ പതാകകൾ കത്തിച്ചു. അതായത് ഈ വൈറസ് ലോകം മുഴുവൻ പടരുകയാണ്. കാനഡയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പഞ്ചാബിലേക്ക് നിർബാധം പണമൊഴുകുന്നുണ്ട്. കഴിഞ്ഞ വർഷം പഞ്ചാബിനെ വിറപ്പിച്ച് ഒടുവിൽ അകത്തായ അമൃത്പാൽ സിംഗ് എന്ന രണ്ടാം ഭിന്ദ്രൻവാലയ്ക്കുള്ള ആളും അർദ്ധവും വന്നത് കാനഡയിൽ നിന്നാണ്. പന്നൂനെ പോലെ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമായിരുന്നു അമൃത്പാലിന്റെയും തുറുപ്പുചീട്ട്. അതുപോലെ തന്നെ പഞ്ചാബിലെ ഗായക ഗുണ്ടകൾ എന്നറിയപ്പെടുന്ന ഗ്യാങ്സ്റ്റർ റാപ്പിസ്റ്റുകൾക്കും പണം വരുന്നത് കാനഡയിൽ നിന്നാണ്. മനുഷ്യക്കടത്ത്, ഗുണ്ടാ പ്രവർത്തനം, ഡ്രഗ് പാർട്ടികൾ തൊട്ട് തട്ടിക്കൊണ്ടുപോയി വിലപേശലുകൾ വരെ നടത്തുന്ന ഒരു അധോലോകത്തെ നിയന്ത്രിക്കുന്നത് പഞ്ചാബിലെ റാപ്പ് ഗായകരും അവർക്ക് ചേർന്ന് നിൽക്കുന്നവരുമാണ്. അതിന്റെ ഏറ്റവും ഉദാഹരണമായിരുന്നു കോൺഗ്രസ് നേതാവും റാപ്പ് ഗായകനുമായ സിദ്ധു മൂസേവാല എന്ന ലക്ഷങ്ങൾ ആരാധകരുള്ള 29-കാരന്റെ മൃഗീയമായ കൊലപാതകം. കാനഡയിലേക്കുള്ള മനുഷ്യക്കടത്താണ് ഇത്തരം ഗ്യാങ്സ്റ്റർ റാപ്പിസ്റ്റുകളുടെ മറ്റൊരു പണിയും. പ്രശസ്ത ഗായകൻ ഡാലർ മെഹന്തി വരെ ഇങ്ങനെ കാനഡയിലേക്കുള്ള മനുഷ്യക്കടത്തിൽ അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ തീവ്രവാദികളുടെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ ഭാരതവും തിരിച്ചടിക്കുന്ന കാലമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി ഖലിസ്ഥാൻ ഭീകരരാണ് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത്. 3 വ്യത്യസ്ത രാജ്യങ്ങളിലായി നടന്ന 3 കൊലപാതകങ്ങൾ. ഒന്ന് പാകിസ്ഥാനിൽ, അടുത്തത് കാനഡയിൽ, മറ്റൊന്ന് ബ്രിട്ടനിൽ. കൊല്ലപ്പെട്ടവർ 3 പേരും ഖലിസ്ഥാൻ സംഘടനകളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ. 3 പേരും ഇന്ത്യയുടെ നോട്ടപ്പുള്ളികൾ. കഴിഞ്ഞ മെയ് 6-നായിരുന്നു ആദ്യത്തെ കൊലപാതകം. ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് മേധാവി പരംജിത് സിംഗ് പഞ്ച്വാർ പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ചാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ജൂൺ 15-ന് ഖലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സിലെ അംഗമായ അവതാർ സിംഗ് പൂർബ ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലെ ഒരു ആശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അവതാർ സിംഗ് പൂർബ രക്താർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നുവെങ്കിലും വിഷബാധയേറ്റാണ് മരണമെന്നാണ് അനുയായികൾ ആരോപിച്ചത്. പൂർബയ്ക്ക് അസുഖമുണ്ടെന്ന അവകാശവാദങ്ങൾ സിഖ് സംഘടനയായ ഖൽസ എയ്ഡ് ഇന്റർനാഷണലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രവി സിംഗ് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 19-നായിരുന്നു 3ാമത്തെ കൊലപാതകം. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറാണ് കാനഡയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഇതാണ് ഇപ്പോൾ കാനഡയുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നമാകുന്നത്. ഇന്ത്യയെല്ലാം നിഷേധിക്കുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. പിന്നെ ആരാണ് ഇന്ത്യയുടെ ശത്രുക്കളെ കാലപുരിക്ക് അയക്കുന്നത്? വിദേശ രാജ്യങ്ങൾ പറയുന്നത് അത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ തന്നെയാണെന്നാണ്. CIA-യുടെയും മൊസാദിന്റെയും ഒക്കെ കില്ലർ സ്ക്വാഡുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ലോകത്തിന്റെ ഏത് കോണിൽ പോയി ശത്രുക്കളെ കൊന്നിടുന്ന രീതി. ആ ശൈലിയിലേക്കും റോയും കടക്കുകയാണെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ വെച്ച് നിരവധി കശ്മീർ ഭീകരരും കൊല്ലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പന്നൂന്റെ നാളുകളും എണ്ണപ്പെട്ടുവെന്ന് പലരും എഴുതുന്നുണ്ട്. 2020-ൽ ഇന്ത്യ ഗവൺമെന്റ് പന്നൂനെ തീവ്രവാദിയെ പ്രഖ്യാപിച്ചു. അപ്പോഴേക്കും റോയുടെ നോട്ടപ്പുള്ളിയായി പന്നൂൻ മാറിയിരുന്നു. 2023-ൽ വധശ്രമത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് പന്നൂൻ രക്ഷപ്പെട്ടത്. അതിന്റെ കേസ് ഇപ്പോഴും തുടരുകയാണ്. പിന്നീട് ഇന്ത്യക്കാരനായ നിഖിൽ ഗുപ്ത കേസിൽ പിടിക്കപ്പെട്ടു. ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിലാണ് പ്രോസിക്യൂട്ടർമാർ കുറ്റപത്രം സമർപ്പിച്ചത്. പന്നൂനെ വധിക്കാനായി വാടക കൊലയാളിയെ ഏർപ്പെടുത്തിയെന്ന് ആരോപിച്ച് ജൂൺ 30-ന് ചെക്ക് അധികൃതരാണ് ഗുപ്തയെ അറസ്റ്റ് ചെയ്തത്. US-ഉം ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ഉഭയകക്ഷി കൈമാറൽ ഉടമ്പടി പ്രകാരമായിരുന്നു അറസ്റ്റ്. വാടക കൊലയാളിയെ സംഘടിപ്പിക്കാനായി ഡൽഹിയിലുള്ള ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനാണ് ഗുപ്തയെ നിയോഗിച്ചതെന്നും നവംബർ 29-ന് ഫെഡറൽ കോടതിയിൽ സമർപ്പിച്ച US-ന്റെ കുറ്റപത്രത്തിൽ പറയുന്നു. അടുത്തിടെയുണ്ടായ മറ്റ് ഹിഡൻ ഓപ്പറേഷനുകൾ പോലെ പന്നൂന്റെ വധശ്രമത്തിന് പിന്നിലും ഇന്ത്യയാണെന്നാണ് കാനഡ ആരോപിക്കുന്നത്. കനേഡിയൻ മണ്ണിൽ ഖലിസ്ഥാനികൾ ഉണ്ടെന്നും അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുവെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ കാനഡ സിഖ് തീവ്രവാദത്തോട് മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതും ഒരു വസ്തുതയാണ്. പക്ഷേ എന്തു വില കൊടുത്തും ഖലിസ്ഥാൻ തീവ്രവാദത്തെ അടിച്ചമർത്തുമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്.